ഒരുക്കുന്ന ആ ഒരു സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരു ബ്ലെസ്സഡ് ടൈമിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ഒരുക്കുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. ദാസന്മാർക്കായി ദൈവമക്കൾക്കായി എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. PYPയുടെ എല്ലാ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയ സഹോദരൻ ലിൻസനെ കാണുവാൻ വളരെ നാൾക്ക് ശേഷം കഴിഞ്ഞതിൽ വളരെ സന്തോഷിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഞാൻ പേരെടുത്ത് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ഒരുക്കുന്ന അവസരത്തിനായ സ്തോത്രം. കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ, നിങ്ങളുടെ ഭവനങ്ങളിലായിക്കോട്ടെ, എവിടെ ആയിരുന്നാലും നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്നതിന്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല. ലെറ്റ്സ് വർഷിപ്പ് അവർ ഗോഡ്. നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ദൈവമേ അവിടുന്ന് അടിയനെ നിറയ്ക്കണമേ, അടിയനോട് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മളെ നിറയ്ക്കാൻ ശക്തനാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ അതിനെ അപ്പുറമായിട്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം നടത്തിക്കോളും. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവർക്കും അറിയാവുന്നൊരു ഗാനമാണ് പാടുന്നത്. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, ഉന്നതനാം നായകനേ, വന്ദിതനാം നായകനേ, സൗഖ്യത്തിൻ നായകനേ, കർത്താതി കർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. ധീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. ധീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. അവനെൻ്റെ ശൈലവും എൻ കോട്ടയും, അവനെൻ്റെ രക്ഷയും എന്നാശ്രയം. അവനെൻ്റെ ശൈലവും, അവനെൻ്റെ ശൈലവും എൻ കോട്ടയും, അവനെൻ്റെ രക്ഷയും എന്നാശ്രയം. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെൻ്റെ ഉപനീതിയേ. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെൻ്റെ ഉപനീതിയേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. ധീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. ധീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. നിൻഹിതം പോലെന്നെ നടത്തേണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. നിൻഹിതം പോലെന്നെ നടത്തേണേ,
പോകേണ്ട വഴി എന്നെ കാണിക്കണേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. പരിശുദ്ധരേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ അങ്ങേ നാവിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ അങ്ങേ നാവിച്ചിടുന്നേ. യേസയ്യാ നിത്യുട ദേവാനായേസയ്യാ ఉన్నత దేవుడా స్తుతులపై అసీనుడా స్వస్థతనిచ్చేవారా రాజులకు రాజా నీ సన్నిధి చెందకు నే చెరదా. పరిశుద్ధుడా ప్రభువా నిన్నే ఆరాధించేదన్. శూరుడా దైవమా నిన్నే కీర్తించేదను. పరిశుద్ధుడా ప్రభువా నిన్నే ఆరాధించేదన్. శూరుడా దైవమా నిన్నే కీర్తించేదను. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വായുകളെ തുറന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് നിറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ സമയത്ത് ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. മറ്റൊന്നുമല്ല, ഈ ലോകത്തിൻ്റെ മറ്റൊന്നുമല്ല, പക്ഷേ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞുകൊണ്ട് നമുക്ക് അവനെ പാടി ആരാധിക്കാൻ കഴിയുമോ? പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു, ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട്, നിശ്ചയമായും അവൻ്റെ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ആ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, കർത്താവെ അങ്ങയുടെ സാന്നിധ്യത്തിൽ നിറഞ്ഞുകൊണ്ട് ഞങ്ങൾ പാടുവാൻ ആരാധിപ്പാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പാടി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. Thank you Jesus, we worship you Lord, we praise you Lord. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ പുത്രന്. എത്ര പേർക്ക് ആ കൃപ വേണം? അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് കരങ്ങളെ തട്ടി പാടി ദൈവത്തെ ആരാധിക്കാം. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട്, നിശ്ചയമായും തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ടൻ കാതുകളിലാ. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ. തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട്, നിശ്ചയമായും തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ടൻ കാതുകളിലായി. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ. തിരുസൗന്ദര്യം ഞാൻ ദർശിക്കുന്നൻ കണ്ണുകളാലേ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ പുത്രന്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ പുത്രന്. രണ്ടുപേരൻ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം
എൻ സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ടെൻ അന്തരംഗത്തിൽ. തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. രണ്ടുപേരൻ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം എൻ സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ടെൻ അന്തരംഗത്തിൽ. തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. ഓ കൃപയുടെ ഉടവിടവേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ പുത്രന്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ പുത്രന്. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു. ദുഷ്ടനുകം പുഷ്ടിയാൽ തകർന്നു പോകുന്നു. കൃപ 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 എന്നാർത്തു ചൊല്ലാമേ. പർവ്വതങ്ങൾ കാൽ കീഴെ സമഭൂമിയാകുന്നു. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു. ദുഷ്ടനുകം പുഷ്ടിയാൽ തകർന്നു പോകുന്നു. കൃപ 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 എന്നാർത്തു ചൊല്ലാമേ. പർവ്വതങ്ങൾ കാൽ കീഴെ സമഭൂമിയാകുന്നു. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ പുത്രന്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ പുത്രന്. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടി മാറി ജനം കണ്ണുനീർ താഴ്വരയിലല്ലയോ. വ്യക്തതയുമില്ല മനുഷ്യർക്കിഹേ ഒരുങ്ങീട. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിഹേ ഒരുങ്ങീട. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. മാലിന്യപ്പെട്ടിടാതോടിയിടുക. മണവാളൻ വരവേറ്റമടുത്തു പോയി. മാലിന്യപ്പെട്ടിടാതോടിയിടുക. മണവാളൻ വരവേറ്റമടുത്തു പോയി. മണിയറയിൽ പോയി നാം ആശ്വസിക്കാം ഒരുങ്ങിയിടാം. മണിയറയിൽ പോയി നാം ആശ്വസിക്കാം ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ കർത്താവേ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, യു ഡിസേർവ് ഓൾ ദ ഗ്ലോറി ലോർഡ് ഫാദർ. കർത്താവേ, ഞങ്ങളെ തന്നെ ഒരുക്കുന്നു. കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. You alone are my heart desire, and I long to worship you. I have you more than gold or silver, only you can satisfy. Joy giver and the apple of my eye, and the apple of my eye.
പിതാവെ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ അവസരത്തിനായി സ്തുതിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കൃപയും സാന്നിധ്യം കൂടിയിരിക്കണം. അങ്ങേ മഹത്വപ്പെടുത്താൻ തുടർന്ന് സഹായിക്കണം. ദേവദാസന്മാരെ എല്ലാവരെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു സോ മച്ച്. ദൈവം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. PYPയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം സഹായിക്കട്ടെ. പ്രത്യേക പാസ്റ്റർ TS മാത്യു അവരുടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായിട്ട് സഭയെ നയിക്കുവാനുള്ള കൃപ കൊടുക്കട്ടെ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. താങ്ക് യു. Thanks, Evangelist Eben Alex, for the great lead. We were just delighted and would want to pray that let God use you mightily in his vineyard. അടുത്തതായി നാം ദൈവവചനത്തിൽ നിന്നും ചില നിമിഷങ്ങൾ ശ്രവിക്കുവാൻ പോവുകയാണ്. അതിനായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഏറെ സുപരിചിതനും ICPF-യിലൂടെയും മറ്റ് മീറ്റിങ്ങുകളുടെയും യുവജനങ്ങളുടെ ഇടയിൽ സജീവ സാന്നിധ്യമായ കർത്താവിന്റെ ദാസൻ, കർണാടക സ്റ്റേറ്റ് PYPയുടെ സെക്രട്ടറി എന്ന നിലയിലും സ്തുത്യർഹമായ നിലയിൽ സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസൻ ബ്രദർ സിബി മാത്യു അവറുകളാണ്. Sibi Matthew, working as a development manager in SAP Labs. I would want to welcome brother Sibi Matthew to speak from the word of God. Sibi Matthew, please. Thank you, Smita and Jinsen, for that warm welcome. And I'm really thanking God for this unique opportunity that he has given us to be with all of you. And I want to congratulate and thank God for the PYPA and the Sunday School team that who has put together this anniversary. I want to extend my thank you to dear brother Eben for beautifully leading us this evening with worship. Praise God. Indeed, we are in special times. Special times bring special plannings and special execution. But I am glad that God prepared everything before the pandemic came. Thank God for Zoom. I thank God for Zoom because Zoom was created and built years back before the pandemic came. And in a way, I'm selfish to think that Zoom probably was built for Christians, because I think the greatest number of people who are using Zoom exclusively are the people from the Christendom. So thank God for all his provisions, and I'm aware of the time this evening. Thank you for inviting me. I want to bring greetings to all of you from the PYPA Karnataka State. We are in a little time. Maybe I just want to quickly share with you something what I have in mind this evening. I hope you're able to see my screen. If you look at the creation and we go back to the book of Genesis, we see very interesting information that we could gather from there. When God wanted to create the plants, the Bible says in Genesis 1:11, God said, let the land produce vegetation, seed-bearing plants and trees on the land that bear fruit with seed, and so on and so forth. So when God wanted to create the plants, he was giving the order of creation to the land, to the soil. When the soil or the land received the order from God, the elements in the soil came together and they started forming plants of all types and sizes. If I was in a study, I could have asked a question. If that is the case, what is the natural habitat of the plant? The natural habitat of the plant is the soil or is the land, right? The elements in the land came together and produced the plants, the trees, and all kind of vegetation that we see. So the natural habitat of the plant is the land. What will happen if I remove the plant from its natural habitat? I know you will say that it will die, but I want to say it won't die immediately. It will struggle for some time and then eventually die, right? So the plant belongs to the land, and the plant finds its purpose and joy and happiness and living and thriving when it is in the land. Okay, let's look at the second thing. When God wanted to create the fish, what did he do? When God wanted to create the fish and the organisms of the sea, he looked at the water and he said, let the water teem with the living creatures. When the waters received the command of God, the elements in water came together and started forming organisms that we see in the ocean.
small fishes, big fishes, blue whales, dolphins, and so on and so forth. So the natural habitat of the fish is the water. What will happen if I remove the fish from its natural habitat? No brainer, you will say it will die. Again, I would like to say it will not die immediately. It will struggle for some time and eventually die. Right? The fish belongs to the water. The water is the natural habitat of the fish. The identity of the fish, the purpose of the fish, the functionality of the fish is found when it is in its natural habitat. Join with me as we move on how God created human beings. When God wanted to create the human beings, whom was he giving the order of creation? Read Genesis 1:26. It says, God said, let us make mankind in our image. Basically, God made man using mud, but that did not come to life. It came to life only when God breathed in his divine breath into the structure which was made out of soil, made out of mud. Immediately that structure or that thing became life. God was ordering himself when he was creating God. Do you see the word us there? God received his own order of creation when he was creating human beings. That's why the Bible says you and me have been created in the image of God. Right? All the elements in God came together and formed the human being. That's why even when somebody who does not believe in God, he still wants to do good. You know, I work with a lot of young people, and this question often comes, Uncle, there are so many people who don't believe in God. There are so many people who are atheists, but still they are good people. Probably they are better than our Pentecostals and IBC people, right? Then what is the difference? What is the difference that God is making in our lives? Friends, a person who does not believe in God is also thinking good about people because he also was created in the image of God. Remember, with sin, the image did not get replaced, but the image got distorted. So, God was telling himself when he wanted to create human beings, that simply means our natural habitat is God himself. What will happen if I remove man from his natural habitat? He will struggle for some time and eventually die. Friends, a lot of people in the world are running after money, running after a job, running after migrating from one place to other place, thinking that they will find joy and hope and peace in their life. But friends, the scripture reminds us, I will find hope, joy, and peace and contentment when I am in my natural habitat called God the Father. A life outside the natural habitat is only an equation for disaster, depression, and destruction. No amount of money, no amount of job or position or recognition can fulfill our inner heart's desire, the vacuum that is there. We need to come back to the Father's house. We need to come back to our natural habitat. We need to come back to God, because in God is our identity. In God is our definition. In God is our function. In God is our source of happiness, joy, and peace. My friends who are listening to me this evening, in the given time, I want to tell you, if you are away from your natural habitat, if you are struggling, finding difficulty to find peace, finding difficulty to enjoy life, finding difficulty to be at peace and have a fun-filled, happiness-centered, spirit-filled life, the reason is it's not that you don't have a good job. The reason is not that you don't have a big house. The reason is not that you're not driving a big car. The reason, my friend, is probably you have moved away from the natural habitat who is God. John 15:15 says, Jesus reminds us, I am the true vine, you are the branches. And if the branch abides in the vine, then you will bear much fruit and the fruit will last.
the definition for any plant to be bearing fruit is that the branch needs to be in the vine and the vine needs to be connected to the root. You and me, we will not be able to bear spiritual fruit of joy, peace, love, gentleness, and self-control if we are not abiding in our natural habitat. The Bible says in Acts chapter 17, verses 28, he says, for in him we live and move and have our natural being. Let our churches be in the natural habitat. Let our organizations like PYPA and Sunday School and ICPF and OM and all YP and so many things that we are talking about, let that be in the natural habitat. Everything that we do be connected to the natural habitat. Because, dear friends listening to me, any place outside the natural habitat is a dangerous place. Have you seen, if you tell a fish, you go, next time you go to a lake and look at a fish and say, hey, fish, listen to me. I will give you something very nice. Can you come out of the water? Will the fish come out of the water? Never. You know why? Because the fish knows if I come out of the water, I'm going to die. But human beings are not like that. The devil is very smart. He comes in various types and shapes through friends and friendships. And he calls up, come out of the church. Come out of the Father's house. Come out of your natural habitat. There is enjoyment, there is love, there is pleasure out here. And we who are the crown of creation, with the given opportunity, we want to run out of the natural habitat, thinking that there is much enjoyment out there. But my dear loving friends listening to me, let me remind you, let the Holy Spirit remind you, you are safe when you are in your natural habitat. Any place outside the natural habitat is dangerous, and that will lead to eternal death, and that would be the end of the story. I want to conclude. Thank you so much for having me this evening. Praise God for all of you. In these times, let's come together, pray, stand in the gap, intercede, and be useful and build the kingdom of God in all possible ways. Thank you so much, dear Pastor T.S. Matthew, for having me, and the PYP and the Sunday School officials for having me. Thank you, Smita and Jinsan. Over to you. Thank you, Sibi Matthew, for the short message that you have given out to us. Thank you so much. Let God help you and encourage you to work among the youngsters, and God bless you abundantly. I'm sure the audience is enjoying every bit of music and word and would want to hear more, at least from a music point of view. Next, I call upon Brother Binoy Kurian, who is a businessman. Brother Binoy and family have been staying in UAE for the last 22 years. During his busy schedule, or even though he's a busy man, he still makes time to use his voice to glorify the Almighty God. വിവിധ നിലകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ബ്രദർ ബിനോയ് കുര്യൻ അവരുകളെ ചില ഗാനങ്ങൾ പാടുന്നതിന് വേണ്ടി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. Praise the Lord. I thank the Lord for giving us as a family the opportunity to come and see many of you who have grown up with. I thank the Lord for this opportunity. It's heartening to see some of the kids that were very small when we were around in Bangalore to be leading the singing and serving the Lord in various capacities. We want to do three songs. We don't want to take too much time. We want to do one Malayalam song, a Kannada song, and a Hindi song this evening for the glory of God. The world is passing away and all its lusts will pass away. Those who live for the Lord will live forever. The Lord is the one in these difficult times. He is our refuge. He is our strength. He is our help in times of trouble. Thank you all for joining. My uncle is here. Various other people, older people whom I know and I respect are here watching and listening. I thank the Lord for this opportunity. Let's listen to these songs and glorify God. Let's remain in an attitude of prayer. And those who know these songs, please sing it along with us. And those who don't know can enjoy it and praise the Lord along with us. God bless you.
Praise the Lord. You play? ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെൻ്റെ സ്നേഹിതൻ. എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെൻ്റെ സ്നേഹിതൻ. എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ചിറകിൽ ഞാൻ പറന്നുയരും. ഉയരത്തിൽ നാഥൻ സന്നിധി. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാറിൽ ചേർക്കും താൻ. തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാറിൽ ചേർക്കും താൻ. തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും. ഉയരത്തിൽ നാഥൻ സന്നിധി. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും. ഉയരത്തിൽ നാഥൻ സന്നിധി. മണ്ണാകുമീ ശരീരവും മൺമയമാം സകലവും വിട്ടങ്ങു ഞാൻ പറന്നിടും. ശാശ്വതമാം ഭവനത്തിൽ
മൺമയമാം സകലവും വിട്ടങ്ങു ഞാൻ പറന്നിടും ശാശ്വതമാം ഭവനത്തിൽ എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധി എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധി. Praise the Lord. We're going to see our Lord very soon. He's going to come back with all his glory, and we're going to meet him. We're going to reach a land where there's not going to be any pain, any disease, any sickness, any viruses. Let's praise the Lord that his coming is at hand. The next song is a Kannada song. I've left Bangalore 20 years ago, so if there are mistakes, please forgive me. May the Lord be pleased. ಎಲ್ಲ ನಿನ್ನಯ ಕೃಪೆಯಲ್ಲದೆ ಬೇರೆ ಏನಿಲ್ಲ ಓ యేసయ్య ನಾ ಜೀವಿಸುತ್ತಿರುವುದು ನಿಮ್ಮ ಕೃಪೆಯಲ್ಲದೆ ಬೇರೆ ಏನಿಲ್ಲ ಓ యేసయ్య ಎಲ್ಲ ನಿನ್ನಯ ಕೃಪೆಯಲ್ಲದೆ ಬೇರೆ ಏನಿಲ್ಲ ಓ యేసయ్ಯ ನಾ ಜೀವಿಸುತ್ತಿರುವುದು ನಿಮ್ಮ ಕೃಪೆಯಲ್ಲದೆ ಬೇರೆ ಏನಿಲ್ಲ ಓ యేసయ్య ಕೃಪೆಯೇ ಕೃಪೆಯೇ ಎಲ್ಲ ನಿನ್ನಯ ಕೃಪೆಯೇ 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 ಎಲ್ಲ ನಿನ್ನಯ ಕೃಪೆಯೇ ಎಲ್ಲ ನಿನ್ನಯ ಕೃಪೆಯಲ್ಲದೆ ಬೇರೆ ಏನಿಲ್ಲ ಓ యేసయ్య ನಾ ಜೀವಿಸುತ್ತಿರುವುದು ನಿಮ್ಮ ಕೃಪೆಯಲ್ಲದೆ ಬೇರೆ ಏನಿಲ್ಲ ಓ యేసయ్య ಕೃಪೆಯೇ ಕೃಪೆಯೇ ಎಲ್ಲ ನಿನ್ನಯ ಕೃಪೆಯೇ 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 ಎಲ್ಲ ನಿನ್ನಯ ಕೃಪೆಯೇ
ಬೆಳನಿಗೆ ಬಾರದ ನನ್ನ ಆತ್ಮದ ಜ್ಞಾನವ ನೀಡಿ ಸೇವೆಗೆ ನನ್ನ ಕರೆದದ್ದು ನಿಮ್ಮ ಕೃಪೆಯೇ. ಬೆಲಹೀನವಾದ ನನ್ನ ಆತ್ಮನ ಬೆಲವ ನೀಡಿ ಫಲವಿದ್ದ ಉಪಯೋಗಿಸಿತು ನಿಮ್ಮ ಕೃಪೆಯೇ. ಬೆಳನಿಗೆ ಬಾರದ ನನ್ನ ಆತ್ಮನ ಜ್ಞಾನವ ನೀಡಿ ಸೇವೆಗೆ ನನ್ನ ಕರೆದದ್ದು ನಿಮ್ಮ ಕೃಪೆಯೇ. ಬೆಲಹೀನವಾದ ನನ್ನ ಆತ್ಮನ ಬೆಲವ ನೀಡಿ ಫಲವಿದ್ದ ಉಪಯೋಗಿಸಿತು ನಿಮ್ಮ ಕೃಪೆಯೇ. ಕೃಪೆಯೇ ಕೃಪೆಯೇ ಎಲ್ಲ ನಿನ್ನಯ ಕೃಪೆಯೇ. ಕೃಪೆಯೇ ಕೃಪೆಯೇ ಎಲ್ಲ ನಿನ್ನಯ ಕೃಪೆಯೇ. ಎಲ್ಲ ನಿನ್ನಯ ಕೃಪೆಯಲ್ಲದೆ ಬೇರೆ ಏನಿಲ್ಲ. ಓ యేసయ్ಯ, ನಾ ಜೀವಿಸುತ್ತಿರುವುದು ನಿಮ್ಮ ಕೃಪೆಯಲ್ಲದೆ ಬೇರೆ ಏನಿಲ್ಲ. ಓ యేసయ్య, ಕೃಪೆಯೇ ಕೃಪೆಯೇ ಎಲ್ಲ ನಿನ್ನಯ ಕೃಪೆಯೇ. ಕೃಪೆಯೇ ಕೃಪೆಯೇ ಎಲ್ಲ ನಿನ್ನಯ ಕೃಪೆಯೇ. ಕಷ್ಟದ ಕಾಲದಲ್ಲಿ ಸೋತು ಹೋಗದೆ ನಾನು ಎಲ್ಲ ವೇಳೆ ಎದ್ದೆದ್ದು ನಿಮ್ಮ ಕೃಪೆಯೇ. ಶೋಧನೆ ವೇಳೆಯಲ್ಲಿ ಬಿದ್ದು ಹೋಗದೆ ನಾನು ದಾಟಿಸಿ ಮುಂದೆ ನಡೆಸಿತ್ತು ನಿಮ್ಮ ಕೃಪೆಯೇ. ಕಷ್ಟದ ಕಾಲದಲ್ಲಿ ಸೋತು ಹೋಗದೆ ನಾನು ಎಲ್ಲ ವೇಳೆ ಎದ್ದೆದ್ದು ನಿಮ್ಮ ಕೃಪೆಯೇ. ಶೋಧನೆ ವೇಳೆಯಲ್ಲಿ ಬಿದ್ದು ಹೋಗದೆ ನಾನು ದಾಟಿಸಿ ಮುಂದೆ ನಡೆಸಿತ್ತು ನಿಮ್ಮ ಕೃಪೆಯೇ. ಕೃಪೆಯಲ್ಲದೆ ಬೇರೆ ಏನಿಲ್ಲ. ಓ యేసయ్ಯ, ನಾ ಜೀವಿಸುತ್ತಿರುವುದು ನಿಮ್ಮ ಕೃಪೆಯಲ್ಲದೆ ಬೇರೆ ಏನಿಲ್ಲ. ಓ యేసయ్య, ಕೃಪೆಯೇ ಕೃಪೆಯೇ ಎಲ್ಲ ನಿನ್ನಯ ಕೃಪೆಯೇ. ಕೃಪೆಯೇ ಕೃಪೆಯೇ ಎಲ್ಲ ನಿನ್ನಯ ಕೃಪೆಯೇ. ಕೃಪೆಯೇ
It's the grace of the Lord that we are still existing. The Bible says His grace is sufficient for all of our needs. In times of trouble, we just need to go into His throne of grace and receive mercy and grace as much as we need. We want to do this last song. It's in Hindi. It's the Malayalam Hindi translation of a old heartbeat song. We pray that the Lord will be glorified with the song. Praise the Lord. सर्वोच्च तू पवित्र है तू, परम पवित्र यीशु राजा। सर्वोच्च तू पवित्र है तू, परम पवित्र यीशु राजा। स्तुति प्रशंसा सब है तेरा, सुंदर कोमल तू यीशु राजा। प्रशंसा सब है तेरा, सुंदर कोमल तू यीशु राजा। सुंदर कोमल तू यीशु राजा। सर्वोच्च तू पवित्र है तू, परम पवित्र यीशु राजा। उनके लिए प्रेम दिया है, प्रेम किया है, प्रेम न जाने उनके लिए। दया का सागर प्रेम दिखाया, हमको दिलाया तू जीवन। दया का सागर प्रेम दिखाया, हमको दिलाया तू जीवन। सर्वोच्च तू पवित्र है तू, परम पवित्र यीशु राजा। सर्वोच्च तू पवित्र है तू, परम पवित्र यीशु राजा। स्तुति प्रशंसा सब है
राजा सर्वोच्च तू पवित्र है तू परम पवित्र यीशु राजा सत्य स्वरूप तू आ मेरे दिल में चलूं मैं जैसे तेरे राह पर सत्य स्वरूप तू आ मेरे दिल में चलूं मैं जैसे तेरे राह पर सत्य प्रकाश तू मेरे मसीहा तेरे हवाले ये जीवन सत्य प्रकाश तू मेरे मसीहा तेरे हवाले ये जीवन सर्वोच्च तू पवित्र है तू परम पवित्र यीशु राजा प्रशंसा सब है तेरा सुंदर कोमल तू यीशु राजा स्तुति प्रशंसा सब है तेरा सुंदर कोमल तू यीशु राजा परमोन्नतन परिपावनन परिशुद्ध देवन यीशु राजन യേശുദേവൻ സ്തുതി ഗീതിയാ സ്വർഗേ വസിക്കും അതികോമലൻ യേശുദേവൻ അതികോമലൻ യേശുദേവൻ. Praise the Lord. Praise the Lord. Thank you to the office bearers of PAPF for giving us this opportunity to come and testify the Lord through these songs. May the Lord continue to bless each one of you and continue to make your PAPF prosper for the extension of God's kingdom and for His glory. God bless all of you. Thank you so much. Thank you, Brother Binoy. It was really a heart-touching, the music that you have taken. We always enjoy your music. Thank you so much for the entire team who has taken us through. Thank you so much and God bless you. ക്രൈസ്തവ ഗാന കൈരളിക്ക് കൊയ്ത്തുപാട്ടിലൂടെ ഏറെ ശ്രദ്ധേയനായ നമുക്ക് സുപരിചിതനും ഈ തലമുറയിൽ ദൈവത്തിനു വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുകയും ചെയ്യുന്ന ഡോക്ടർ ബ്ലസൻ മേമന അവരുകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കർത്തദാസന്റെ മകനായി ജനിച്ച് വിവിധ ഫെയ്ത്ത് ഹോമുകളിൽ വളർന്ന് ഈ കാലഘട്ടത്തിൽ സംഗീതത്തിലൂടെ തൻ്റെ സ്വരമാധുര്യത്തിലൂടെ സുവിശേഷ വയലിൽ അധ്വാനിക്കുന്ന വ്യാപൃതനായിക്കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
Dr. Blessed Memana is from Vengur, Kottarakara. He's married to Sister Binsi and blessed with 2 kids. I request Blessed Memana to take over. Thank you. Thank you, Jinson and Smita. Thank you for your kind words of introduction. I greet you all in the name of Lord Jesus Christ. I'm so thankful to the Lord for giving me this opportunity to be here in your midst. I'm sure that you are having a blessed evening. I see my beloved friends, Brother Ebin Alex and Binoy Kurian. I believe they already ministered to you, and I also thank God for Brother C.B. Matthew who delivered the message today. And it's such a joyful moment for me to join here in IPC Shalom Worship Center, Humanahali, the Sunday School and PYPA programs. I must mention few names because I really respect these men of God. Pastor T.D. Thomas, I greet you, Pastor. And I also see Pastor Matthew T.S. Thank you, Pastor. Thank you, church. And I also see my beloved Bhaktavalsan uncle. Thank you, uncle, for taking this time and being here. I've been to Bangalore before because mainly my mom's cousins, Mary Auntie and Gracie Auntie, they are there. And I thank for God for Brother Ebi Perimpeti, Ebi Chan, for connecting me for this meeting. Especially, I want to greet all the children over here. Can I see your hands? I believe this is a Sunday School PYPA program. So children, come on, take few minutes. Can I just see you? Yes, good. I really appreciate for being so obedient. I was just observing you are very attentive, especially when Brother Binoy Kurian and family were ministering. I saw your enthusiasm. I thank God for your patient listening. And I believe next 30 minutes, I'm going to speak to you. Are you happy? Yes. Let me begin with my life's testimony. I must summarize this in this song. യേശുവെ പോലെ സ്നേഹിക്കാൻ ആരുമില്ല. എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം ഒന്ന് ചുരുക്കിയാൽ അത്രമാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ പോലെ കരുതുവാൻ ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല. There is no one else like Jesus to care and to love us. Hallelujah. Will you join me and say amen? അനുഭവമുള്ളവർ മാത്രം ഒന്ന് കരമൊന്ന് ഉയർത്തി. യെസ് താങ്ക് യു ജീസസ്. താങ്ക് യു ഫോർ ദാറ്റ് ബ്ലെസ്സഡ് ടെസ്റ്റിമണി ദാറ്റ് യു ആർ ഗിവിംഗ് us, Lord. Tonight we just want to thank you for your faithfulness, especially during this time of crisis. Lord, we acknowledge and we are so sure that there is no one else like you, Lord, to care and love, oh Lord. Hallelujah. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരില്ല, ആരും ഇല്ല. Yes, children, will you join me and say, എൻ്റെ യേശുവേ പോലെ കരുതാ ആരുമില്ല, ആരും ഇല്ല. Hallelujah. If you have the same testimony, you have freedom to put your hands together and praise Him. We are going to praise the Lord, for He is good. Hallelujah. Children, come on, put your hands together. കുറച്ചു നേരം കരങ്ങളൊക്കെ ഒന്ന് ചേർത്ത് തട്ടി കർത്താവിന് മഹത്വം കൊടുക്കും. Hallelujah. ഹൃദയം തകർന്നിടുമ്പോ യേശു സമീപസ്ഥൻ. Yes, Lord. മനസ്സു തളർന്നിടുമ്പോ യേശു ആശ്വാസകൻ. അസാധ്യമെന്നു കരുതിടുമ്പോ യേശു രക്ഷാകരൻ. ഹല്ലേലൂയ. യേശു ഇന്നും ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരുമില്ല. യെസ് ലോർഡ്. എൻ്റെ യേശുവേ പോലെ കരുതാ വേറാരും ഇല്ല. യേശുവേ പോലെ യോഗ്യനാ ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന.
He will never leave you and He will never forsake you. That's His promise. Do you believe that tonight? Yes. നമ്മെ ഒരു നാളും അനാഥരായി വിടാത്ത കർത്താവിൻ്റെ കരങ്ങളിൽ നാം ഭദ്രമാണ്. ഏകനെന്നു തോന്നിടുമ്പോ യേശു സ്നേഹിതൻ, പ്രിയരെല്ലാം അകന്നിടുമ്പോ യേശു പ്രാണപ്രിയൻ. നോവുന്ന മുറിവുകളിൽ സൗഖ്യദായകൻ. ഹല്ലേലൂയ. ഈ സ്നേഹം ഇത് മാറുകയില്ല, യേശു മാറുകയില്ല. ഹല്ലേലൂയ. If you have that assurance, join me. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരുമില്ല, ആരും ഇല്ല. എൻ്റെ യേശുവേ പോലെ കരുതാ വേറാരും ഇല്ല. യേശുവേ പോലെ യോഗ്യനാ ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്. Do you believe that? यीशु के नाम में, यीशु के नाम में, यीशु के नाम में मुक्ति है. यीशु के नाम में, यीशु के नाम में, यीशु के नाम में चंगाई हो. प्रेम करने वाला कोई नहीं, कोई नहीं. यीशु जैसा हमारा रखवाला कोई नहीं. यीशु जैसा हमें जानने वाला कोई नहीं. यीशु को आराधना ആരാധന. ആരാധനയായി സ്തുതിയായി നമുക്ക് ആ കരങ്ങൾ രണ്ടും ഒന്ന് ചേർത്ത് തട്ടി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. യെസ്, പ്ലീസ് forgive me. I'm taking 1 minute to fix my speaker over here. We will continue singing. Yes, thank you. Thank you. Thank you for unmuting me. Thank you. Yeah, these days we can listen sitting at home, but I believe we should thank God for all this technology. And I believe Ebin brother, he can join from Canada without traveling much, but we should always thank God for this technology. ഞാനും ഇന്ന് പലപ്പോഴും ഇന്ന് രാവിലെ ഡൽഹിയിൽ ഒരു മീറ്റിങ്ങിന് കടന്നു. ഞാൻ കർത്താവിന് നന്ദി പറയുകയായിരുന്നു. യാത്ര ചെയ്യാതെ അലയാതൊക്കെ ദൈവം നമുക്കിങ്ങനെ ശുശ്രൂഷിക്കാൻ ഈ സമയം നമുക്ക് ദൈവം തന്നല്ലോ. Really thank God for that. Children, let me continue with my life's testimony. Yes. Tonight I wanted to share one verse which is from Philippians chapter 4 verse 13. Apostle Paul is writing, I can do all things through Christ who strengthens me.
I know you all are listening to this musical evening in a time of crisis. Yes, these days you miss your classes. We have online sessions, but I think even though we miss our friends, our favorite items, our favorite places, but still I believe one thing for sure, we are enjoying His presence, and one thing has never changed in our life, His faithfulness, and His love will never fail. Hallelujah. ആളുകൾക്ക് വ്യത്യാസം വന്നു, സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വന്നു, പക്ഷെ നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റും നമ്മുടെ യേശുവിനൊരു വ്യത്യാസം വന്നിട്ടില്ല. Hallelujah. Last week God has helped me to release a new song, especially for all the Sunday school children. Are you here? Yes. That song is full of Bible verses. One verse is taken from Philippians chapter 4 verse 13. I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാകുന്നു. Another verse is from 1 John chapter 4 verse 3. The one who is in us, he is greater than the one who is in the world. Yes, yes. Do you believe that? ഈ മ്യൂസിക്കൽ ഈവനിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാരും ഹാവ് ദിസ് അഷുറൻസ്, നിങ്ങളുടെ ഉള്ളിലുള്ള യേശു കർത്താവ് ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. ഹല്ലേലൂയ. Can I see your hands waving? Yes, to have this confirmation. Yes, yes. നമ്മിലുള്ളവൻ വലിയവൻ എന്നുള്ള ഉറപ്പോടെ നമുക്ക് ഈ വരികളൊന്ന് കേൾക്കാം. I request you all to join with me. Children, are you ready? Put your hands together and give Him praise once again. Bum, bum, bum. Every Sunday school children and PYP children, come on. Every youngsters, എല്ലാ അലസതയൊന്ന് മാറ്റിക്കേ. Lift your voice and join me. That's right. അമ്മമാർക്കും അപ്പന്മാർക്കും ഒക്കെ കുഞ്ഞുങ്ങളുടെ കൂടെ പാടാം. So simple. Let it be a shout of joy. Join me. അനാദികാലം മുമ്പേ എന്നെ കണ്ടവനേറ്റം സ്നേഹിച്ചവനേശു. അനാദികാലം മുമ്പേ എന്നെ കണ്ടവനേറ്റം സ്നേഹിച്ചവനേശു. എന്നാദി തീർക്കുവാനായി തേടി വന്നവൻ മാറിടാത്ത നല്ല യേശു. എന്നാദി തീർക്കുവാനായി തേടി വന്നവൻ മാറിടാത്ത യേശു. ഈ ദൈവം എന്റെ ദൈവം ഇനിയെന്നും എന്റെ ധൈര്യം. ഈ ദൈവം എന്റെ ദൈവം ഇനിയെന്നും എന്റെ ധൈര്യം. എന്നോട് കൂടെയുള്ളവൻ എല്ലാറ്റിലും വലിയവൻ. യെസ്, എന്നോട് കൂടെയുള്ളവൻ തൻ നാമം യേശു. ഹല്ലേലൂയ. എന്നോട് കൂടെയുള്ളവൻ എല്ലാറ്റിലും വലിയവൻ. ഹല്ലേലൂയ. എന്നോട് കൂടെയുള്ളവൻ. കുഞ്ഞുങ്ങളെല്ലാം കരം തട്ടി ചേർന്ന് put your hands together and praise. Come on, every children. Listen this. ശക്തനാക്കും ക്രിസ്തുവിനാ എന്നെ ശക്തനാക്കും യേശു ക്രിസ്തുവിനാ. സാധ്യമേ 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 എല്ലാ. Do you believe that? Yes. ശക്തനാക്കും ക്രിസ്തുവിനാ എന്നെ ശക്തനാക്കും യേശു ക്രിസ്തുവിനാ. സാധ്യമേ 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 എല്ലാ. അനാദികാലം മുമ്പേ എന്നെ കണ്ടവനേറ്റം സ്നേഹിച്ചവനേശു. അനാദികാലം മുമ്പേ എന്നെ കണ്ടവനേറ്റം സ്നേഹിച്ചവനേശു.
എന്നാദി തീർക്കുവാനായി തേടി വന്നവൻ, മാറിടാത്ത നല്ല യേശു. എന്നാദി തീർക്കുവാനായി തേടി വന്നവൻ, മാറിടാത്ത യേശു. ഈ ദൈവം എന്റെ ദൈവം, ഇനിയെന്നും എന്റെ ധൈര്യം. Children, this God is our God. He is our courage. എന്നോട് കൂടെയുള്ളവൻ, എല്ലാറ്റിലും വലിയവൻ. ഓ, എന്നോട് കൂടെയുള്ളവൻ, നാമം യേശു. കരം തട്ടി. എന്നോട് കൂടെയുള്ളവൻ, എല്ലാറ്റിലും വലിയവൻ. ഹല്ലേലൂയ. എന്നോട് കൂടെയുള്ളവൻ, നാമം യേശു. Hallelujah. Can you all shout the name of Jesus? Hallelujah. Jesus. Yes, he's the name above all other names. I know if we were in a hall or we were having our PYP and Sunday school meeting together, I would have given you an action song. Along with this song, we should have did some action. Maybe we will do that next time when we will meet in person. Yes. But tonight, I appreciate all children for your patient listening. Let's continue worshiping the Lord. Hallelujah. ഇന്ന് രാത്രിയിൽ എൻ്റെ മാതാപിതാക്കളും കേൾക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ പ്രതികൂല ഘട്ടത്തിൽ ഈ ദൈവം എൻ്റെ ദൈവമെന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പം മുമ്പ് പറഞ്ഞ വാക്കുകൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവരുടെ പ്രതിസന്ധിയുടെ തീച്ചൂളയുടെ മുമ്പിൽ നിന്ന് അവർ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം എന്നെ ഈ തീച്ചൂളയിൽ നിന്ന് വിടുവിക്കും. അല്ലെങ്കിലും രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ ഞാൻ നമസ്കരിക്കുകയില്ല. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, they were so strong in their faith and they proclaim it publicly that our God will deliver us from this fiery furnace. Dear children, we may sing songs during our meetings, but more than our songs, our worship is our lifestyle. It may be a simple decision or simple proclamation of your faith that I believe in my God. That really matters in our life. Hallelujah. And tonight I encourage you all, because you all are true worshippers. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ കഴിഞ്ഞ 40-50 വർഷമായിട്ടൊക്കെ കർത്താവിനെ ആരാധിക്കുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ പാട്ട് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ശക്തമായി കർത്താവിൽ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ അവർക്ക് കൃപ നൽകട്ടെ. And this is my prayer for all my beloved Sunday school children and all the PYPA youth. Tonight, may the Lord strengthen you all to stand firm in faith. I was really afraid one day, and I was standing like this because on that day I received failures in my life. I stood like a defeated person, but the Spirit of the Lord encouraged me. Blessing, you are called out to be a worshipper. Don't stand like that, because you are victor in Christ. I was really wondering, Lord, how can I stand like a victor? How can I stand like a champion? But the Spirit of the Lord said, look at Jesus. He is the victor on the cross. പരാജയപ്പെട്ടു എന്നും ക്ഷീണിച്ചു പോകുന്നുവെന്നും ഒക്കെ തോന്നുന്ന സമയത്ത് പ്രിയ മാതാപിതാക്കളെ ഏറെ ഒന്നും സംസാരിക്കാനും ആലോചിക്കാനും ഒന്നും നിൽക്കല്ലേ. യേശു കർത്താവിനെ നോക്കണം കേട്ടോ. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കർത്താവ് അത് പഠിപ്പിച്ചു. സാഹചര്യത്തിന് വിപരീതമായി പാടാൻ കർത്താവ് പറഞ്ഞു. ഇങ്ങനെയാ പറഞ്ഞത്, നീ പ്രതികൂലത്തെക്കുറിച്ച് പാടല്ലേ, മറിച്ച് പ്രതികൂലത്തെക്കാൾ വലിയ യേശുവിനെ കുറിച്ച് പാടുക. ആ സമയം കർത്താവിൻ്റെ അധരത്തിൽ ഒരു പാട്ട് തരാൻ തുടങ്ങി. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. യെസ്, when God was giving me the song, I didn't realize the real plan behind that song. But later, the Spirit of the Lord convinced me in such a way that whatever areas I was struggling, God opened the door before me. ഏത് വാതിൽ അടഞ്ഞ് ഞാൻ പരാജയപ്പെട്ടവനെ പോലെ നിന്നോ, അത് കർത്താവ് എനിക്ക് വേണ്ടി തുറന്നു തരുവാനിടയായി തീർന്നു. ഈ മ്യൂസിക്കൽ ഈവനിങ്ങിൽ ഈ പാട്ടുകൾ ശ്രവിക്കുമ്പോൾ എത്ര പേരുടെ വിശ്വാസം വർദ്ധിക്കും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ജയാളി ആയതുകൊണ്ട് നമുക്ക് അല്പസമയം കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. പുകഴ്ത്തിയിടാം യേശുവിനെ. Children, are you ready to praise him for a while? तारीफ करे यीशु की जो क्रूस पर जयवंत है. स्तुति करे यीशु की, यीशु जैसा कोई नहीं है. हालेलुया. करंगल രണ്ട് ചേർത്ത് തട്ടി. Yes, no longer we are listening, but we are actually worshiping together. So every families, every parents join me and sing പുകഴ്ത്തിടാം യേശുവിനെ.
ക്രൂശിലെ ജയാളിയെ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തിന് മഹത്വം കൊടുക്കാം. അല്പസമയം ആരാധിക്കാം, സ്തുതിക്കാം. ഹല്ലേലൂയ. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. Children, put your hands together. तारीफ करें यीशु की जो क्रूस पर जयवंत है. स्तुति करें यीशु की, यीशु जैसा कोई नहीं. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ചേർന്ന് ആരാധിക്കാം. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. आराधना और जोर से ऊंचा है यीशु का नाम. सेवा करे. हालेलुया. Come on. വിശ്വസിക്കാം, വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താതി കർത്താവിനെ. विश्वास करें यीशु की, वो ही है मुक्तिदाता. स्वीकार करें यीशु को, प्रभुओं का प्रभु है वो. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ഹല്ലേലൂയ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. Youngsters, let's love Jesus Christ, for there is none like him. प्यार करें यीशु को, वो ही है सबसे प्रेमी. प्रणाम करें यीशु को, वो कभी न बदलने वाला है. മാറ്റമില്ലാത്തവനെ നമുക്ക് സ്നേഹിക്കാം, ആരാധിക്കാം. കരങ്ങൾ രണ്ട് ചേർത്ത് തന്നെ. ഹല്ലേലൂയ. Yes Lord, we worship. സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റവും പ്രിയനായോനെ. സേവിച്ചിടാം യേശുവിനെ, ഇന്നുമെന്നും അനന്യനെ. प्यार करे यीशु को, वो ही है सबसे प्रेमी. प्रणाम करे यीशु को, वो कभी न बदलने वाला. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ഹല്ലേലൂയ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ. Yes Lord, we worship you. You're the Lamb of God. घोषणा करे यीशु को, वो ही है सुसमाचार. हालेलूया. हालेलूया. സത്യ സുവിശേഷത്തെ ഘോഷിക്കാം. ഘോഷിച്ചിടാം യേശുവിനെ, സത്യ സുവിശേഷത്തെ. നോക്കി പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. കരം തട്ടി घोषणा करें यीशु को, वो ही है सुसमाचार. ताकते रहे यीशु को, वो फिर से आने वाला. आराधना और जोर से सबसे ऊंचा है यीशु का नाम. सेवा करे आनंद से, सच्चा है यीशु का नाम. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ.
ആത്മാവിൽ പാടി ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ. Yes, Lord. അധികാരമുള്ളവനായി ഭവനങ്ങളുടെ മീതെ, കുടുംബങ്ങൾക്ക് മീതെ അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നതിനായി നന്ദി. കരങ്ങൾ രണ്ടും ഒന്ന് ചേർത്ത് തട്ടി കർത്താവിന് മഹത്വം കൊടുക്കാമോ? യെസ് യെസ് യെസ്. ലോർഡ്, വി ഗിവ് യു ഓൾ പ്രൈസ്, all worship, because you deserve all the glory and the honor. Hallelujah. അധികാരമുള്ളവനെ പാടി